നോക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ എന്നല്ല, രസം തന്നെ നല്ല നല്ല കളർ ഇതിലാണ് നമ്മൾ കൂന്തൽ വാറ്റിയിട്ടുള്ളത്. നല്ലോണം ചതഞ്ഞോട്ടോ. ഇത് നമ്മൾ ഉരലാട്ടോ, ഉരൽ വലിക്കും. ഈ ചെറുത് കടകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇങ്ങനത്തെ ഉണ്ടായാൽ ഇതായിട്ടല്ല, എല്ലാം ചതച്ചെടുക്കുക പെട്ടെന്നായിട്ട്. നമ്മളൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്, ഇത് കണ്ട് തട്ടുക. ഇതിൻ്റെ കരി അറിയാതെ പൊട്ടിപ്പോയി, അതിന് പേച്ചു സംഭവം. എങ്കിലും അത് വേറെ നമ്മൾ മാറ്റി വെക്കുക. ഇതാണ് ഇതിൻ്റെ കരി. ഇത് കരി നല്ല മഷിയാണെന്ന് പറയൽ. അത് ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വലിയ മീനുകളൊക്കെ അവരെ കസാപ്പ് ചെയ്യാൻ വരുമ്പോൾ ഓലടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ കരി ഉപയോഗിക്കൽ എന്നാണ് പറഞ്ഞു കേൾക്കൽ. ഇതൊക്കെയാണ് നമ്മളൊരു മീനിൻ്റെ ആ പുറത്തുള്ള സാധനമാണല്ലോ. ഇത് കണ്ട ഒറിജിനൽ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ ഗ്ലാസ്? ഇതൊക്കെയാണ് ഒന്നിൻ്റെ പുറത്തുനിന്ന് കിട്ടിയതാട്ടോ. ഇതുപോലെ ഇതുപോലെ ഊരി നോക്കിയതാണ്, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഊരി നോക്കിയതാ. ഇതിന് പീസും ഉള്ളൂ അല്ലേ? അല്ല, സാധനം കട്ട് ചെയ്ത് പോയതാട്ടോ. ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞു കാരാത്തോടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ കൊണ്ട് ഒരു വരട്ടലാട്ടോ. അത് പോത്തിറച്ചി പറ്റും പോലെ കൂന്തലിന് വരട്ടി വെക്കുക. അത് നമുക്ക് ആവശ്യമായ മീൻ എടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ കൊടുന്ന കൂന്തൽ. അടിപൊളി കൂന്തളാണ് കേട്ടോ. ഒന്ന് നിരത്തി കാണാനും വേണം നമ്മൾ. അതിനൊരു പ്ലേറ്റ് എടുക്കുക നമ്മൾ. ഓക്കെ, അപ്പോൾ ആവശ്യമായ 1 കിലോ കൂന്തൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വലിയ കൂന്തളാണ്. ഇതാണ് നമ്മൾ ബാറ്റുണ്ട്, അതായത് പോത്തിറച്ചി പറ്റുമ്പോൾ നമ്മൾ കൂന്തൽ പറ്റേണ്ടത്. ഇതൊക്കെയാണ് ഇത്രയും വലുപ്പമുള്ള ഒരു കൂന്തൽ ഒരു മീനിനെ മുണിക്കണ്ടല്ലേ. എന്താ അതൊക്കെ നിങ്ങൾ ഇത് മുണങ്ങിയതേ ഊരെടുക്കുകയാണത്. ആന്ന് അപ്പോൾ നമുക്ക് പൂച്ചക്ക് കൊടുക്കാതെ, പൂച്ചാളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. നമ്മൾ കുഞ്ഞൂന് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ കുഞ്ഞ് നമ്മളെ എത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നമ്മളെ നാട്ടിലുള്ള ഒരു കൂന്തൽ മുറി കാണിച്ചു തരാം. പക്ഷെ പലയിടത്തും പല മുറിച്ചിലേക്കാർ. അപ്പോൾ നമ്മളെ നാട്ടിലുള്ള കൂന്തൽ മുറി അങ്ങനെയൊന്ന് കാണിച്ചു തരാം. പക്ഷെ ഇതിനുള്ളൊരു കരിയുണ്ട്. ആ കരി പൊട്ടാതെയാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ ആകെ വൃത്തികേടാവും. അപ്പോൾ നമ്മൾ ഇതെന്താ വെച്ചാൽ ഇതെല്ലാം ഒന്ന് വലിച്ചു നോക്കുക. നമ്മൾ പലർക്കും പല രീതിയിലേക്കാരം. ഞാൻ ഇതൊന്ന് വലിച്ചു കൊടുത്തു. ഇതാണ് ഇതിന് ഈ ഒരു കറുത്ത കരി മോഡൽ. ഇത് ഇളകാൻ പാടില്ല. ഇത് ഇളകി കഴിഞ്ഞാൽ നമ്മളെ മീനൊക്കെ വൃത്തി കേടാവും. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ മേലത്തെ തൊലിതാ ഇതൊന്നും ഇങ്ങനെ ചെയ്തെടുക്കാനുള്ള വേറെ ഒന്നും ചെയ്യാനില്ല. ഇതൊന്ന് കീഴെടുക്കുക. പല സ്ഥലത്തും പല ഐറ്റം മുറിയേക്കാം. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് മുറിക്കേണ്ടത്. അപ്പോൾ ഞാൻ അധികം പോയില്ലെങ്കിൽ നമ്മൾ മാറ്റി വെച്ച കത്തി ഒന്നുകൊണ്ട് എടുത്തുകാണ്ട് ഒന്നിങ്ങനെ വരുത്തിയാൽ മതി. ഇങ്ങനെ പോരും. ഒരു സിമ്പിൾ പരിപാടിയുള്ളൂ. അതേമാതിരി ഈ ചുവന്ന ഈ തൊലി ഇത് പോകണം കേട്ടോ. തോലി ഇങ്ങനെ പൊളിച്ചാൽ കിട്ടും ചിലതിന്. പക്ഷേ ഇതിന് കുറച്ച് ടൈറ്റാണ്. ഇത് ഒരു വലുതായതുകൊണ്ടാണ് ഇക്കാര്യം എന്നാൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പൊളിച്ചാനുള്ളൂ. പിന്നെ അത് സെടുത്തൊക്കെ കളയണം കേട്ടോ, എന്നാലും അതിൻ്റെ വൃത്തി ആവുള്ളൂ. ഇതുപോലെയാണ്. കുഞ്ഞു പറയുന്നുണ്ട്, കുഞ്ഞു ആദ്യമായിട്ടാണല്ലേ മീൻ കാണേണ്ടത്. ഇത്ര അല്പമുള്ള മീനോ അല്പമുള്ള മീനാണ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഒരു നെക്ക് ഇവിടെ നിൽക്കുക. ഒരു പ്ലാസ്റ്റിക് മാറ്റുള്ള സാധനമുണ്ട്, അതുകൊണ്ട് പുറത്തെടുക്കണം. പുറത്തെടുത്തപ്പോൾ നമ്മൾ മീൻ വൃത്തിയായിട്ടുണ്ട്. ഇതുപോലെയുള്ള കാര്യം ഇതിൻ്റെ കരി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നായിട്ട് വൃത്തികേട് നല്ല ആവും. അപ്പോൾ എന്താ വെച്ചാൽ ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് ഇതിങ്ങനെ സെൻറ്ററുണ്ട് പൊളിച്ചെടുക്കുക. 3 പീസാക്കുക. കാരണം ഏറ്റവും വലിയ ഒരു ഇതാണിത്. എന്നാലും നമുക്ക് വയറ്റിൻ്റെക്ക് പറ്റുള്ളൂ. ഒരു സെൻറ്റർ ഇങ്ങനെ പൊളിച്ചു കൊടുക്കുക. ഇതുപോലെയാണ് പൊളിച്ചാലുണ്ടല്ലോ. ഇങ്ങനെയാണിത് പൊളിച്ചെടുക്കേണ്ടത്. നമ്മൾ ഓരോന്നായിട്ട് അങ്ങനെ മാറ്റണം. പിന്നെ ഇതുപോലെ തന്നെ കാണിക്കുക. ഇത് മനസ്സിൽ സെൻറ്ററൊക്കെ മുറിക്കട്ടെ, എന്നാൽ എന്താ വെച്ചാൽ ടേസ്റ്റ് കൂടും. ഒന്ന് ചെറുതാക്കി കൊടുത്താൽ ടേസ്റ്റ് കൂടും. വലുതാക്കണം എന്നില്ല, ചെറുതാക്കിയാൽ തന്നെ മതി.
ഇതാ ഇതിങ്ങനെ ഒന്ന് കീറി കൊടുത്ത് കണ്ട് സെൻറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടും. അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ചെയ്തെടുക്കണം. ഇതിന് കുറേ തൊലിയൊക്കെ പോയിക്കണം കേട്ടോ. ഇതിന് ഇല്ല തൊലി, ഇതൊക്കെ ആദ്യം ഊരി പോയിരുന്നു. അതുപോലെ തന്നെ ഇത് മറക്കണ്ട, ഈ സാധനം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വള്ളച്ചെലവ് കൂടുതൽ വരും ചോദിച്ചു. അതാ പൊട്ടിയിട്ടില്ല, പൊട്ടിയെന്ന് തന്നെ പറയാനും ആയിട്ടില്ല. അയ്യോ, അയ്യോ പൊട്ടിയിട്ടില്ല, പൊട്ടിയെന്ന് തന്നെ പറയാൻ. അല്ലോ അല്ല, നമ്മൾ ആദ്യം ഇത് ഊരെടുക്കുക. അതുപോലെ തന്നെ ഇത് വല്ലാണ്ട് പൊളിച്ചിട്ടേ നമുക്കൊന്നാണ്ട് കീറി കൊടുത്ത് ഇതാ കിട്ടി സാധനം കിട്ടി. ഇപ്പോൾ നമ്മൾ പെട്ടിട്ടില്ല. ഇതാ ഞാൻ നമ്മൾ മാറ്റി വെച്ചു. അതൊക്കെ കാട്ടിക്കൊടുക്കും. അപ്പോൾ അത് പൊളിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. മീന് കിട്ടാൻ വേണ്ടി കാത്തുക്കാണ്. രണ്ട് പൂച്ചാളുണ്ട്. മീനായിട്ട് കണ്ട് ഫോണിന് കണ്ട് മീനായിട്ട് വരാണ്. ഇതിപ്പോൾ പുറത്ത് നല്ല മഴയാണ്, നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് കൂന്തളൊക്കെ ബരട്ടിയിട്ട്, പോത്ത് വരുന്ന പോലെ ബരട്ടിയിട്ട് ഒന്ന് ചോറൊന്ന് നോക്കാം. ഇതിൻ്റെ മേൽഭാഗത്തെ തൊലി കളഞ്ഞാൽ നല്ല ഇതുപോലെ തന്നെ ചെയ്യണം. നമുക്ക് ഈ ഫ്രൈ ആക്കാൻ തന്നെ കാരണം ഇത്രയും വലിയ കൂന്തൽ കിട്ടിയതുകൊണ്ടാണ്. ഇതിപ്പോൾ ചെയ്യാനുള്ളൂ. അതങ്ങനെ വൃത്തിയായിട്ടുണ്ട് പോരും, ഒന്നും ചെയ്യാനില്ല. ഒരു മടിയും വിചാരിച്ചെൻ്റെ കൂന്തൽ മുറിക്കാൻ ഒരു പ്രയാസമുള്ള കേസല്ല. കത്തി വേണമെന്നില്ല, ഞാൻ ചിലതിന് കുറച്ച് ഉറപ്പ് വന്നതുകൊണ്ട് ഒന്ന് വരണ്ടിയെന്ന് തന്നെ ഉള്ളൂ. കത്തിൻ്റെ ആവശ്യം ഇതില്ല. അതുപോലെ തന്നെ ഇതും തന്നെ ഒന്നും ചെയ്യാനില്ല. ഒരു പ്ലാസ്റ്റിക് സാധനം ഉണ്ടോ, പോയോ? ഇതിൻ്റെ പോയിന്ന് തോന്നുന്നു കേട്ടോ. നമ്മളൊന്ന് 3 പീസാക്കുക. ഇപ്പം ചെയ്തത് മാതിരി തന്നെ 3 പീസ്. നല്ല ഐറ്റം കൂന്തളാണ്. ഓരോന്നൊരു 100 ഗ്രാം ഉണ്ടാവും കേട്ടോ. ആകെ അതിനകത്ത് കുറേ കൂന്തളൊന്നുമില്ല. ഞാനത് ഇത്ര വലിപ്പമുള്ളതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. സംഭവം ഞാനൊന്ന് വാങ്ങിയപ്പോൾ ഇറാസിയെ ഇത്ര വലിപ്പമുള്ളതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കൂന്തൾ തരണോ, ആയിക്കോട്ടെ കൂന്തൾ എന്നാളി തരണോ. ഇത്ര സാറിൽ കൂന്തളാന്ന് പറഞ്ഞപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വാങ്ങിയേനു. നമ്മളെ ആവശ്യത്തിന് ഇത് മതി. നമ്മൾ കൂട്ടാൻ ഒരു ദിവസത്തെ കൂട്ടാനോ ഒരു ദിവസമാക്കിയാൽ പോലെ ദിവസം വേണ്ട കൂട്ടാൻ ചോറ്റക്ക് കൂട്ടാൻ വേണ്ടേ. ഒന്നും ചെയ്യാനില്ല. ഇനി ഇത് മുറി കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിൻ്റെ മണ്ടഭാഗം, അതായത് ഇത് വേറൊരു കൂടി ചെയ്യാണ്ട് ഇതിൻ്റെ ഇത് പൊട്ടാതെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. അല്ല എന്നിട്ട് എന്താ വെച്ചാൽ ഇത് പൊട്ടാൻ പാടില്ലല്ലോ. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒന്നിങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് വെല്ലം നക്കി കൊടുക്കുക. ഈ സാധനം ഒഴിവാക്കണം. ഇതാവണോ?
ഇതിൻ്റെ മണ്ടക്കകത്ത് ഒരു 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 ഇതന്നെ പറയാം, ഒരു കുരു. ആ കുരു ഒഴിവാക്കണം. ഇതൊക്കെ ഇതിമൊരു മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇതിനുള്ളിലൊരു മുള്ളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ചിലവരിത് അറിയാത്തവരുണ്ടാവും. അറിയാത്തവരെന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കൽ നിർബന്ധമാണ്. ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് നമ്മളിത് ഒഴിവാക്കഴിഞ്ഞാൽ വയറിന് സുഖം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞ കേക്കൽ. ഇതാക്കണം, ഛർദി എന്നൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയല്. ഇതാക്കണം, ഇതാണ് ആ സാധനം. ഇത് നമ്മൾ കൂന്തൽ എടുത്ത് മുറിച്ചുമ്പോൾ തീർച്ചയായിട്ടും ഇത് എടുത്ത് കളയണം. ഇതാണ് ഇതിൻ്റെ ഇതിമൊരു സാധനങ്ങൾ. ഇത് നമ്മൾ അറിയാതെ വയറ്റിൽ പോയാൽ വയറുവേദനയൊക്കെ വരും. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഇത് ക്ലീനായി. നമ്മൾ ഇതുപോലെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് മുറിച്ചെടുക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കേണ്ട കേസ് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. ആ മണ്ടക്ക് നെക്കി കൊടുത്താൽ ആ സാധനം പോരും. അതുപോലെ തന്നെ ഇത് പൊട്ടാതെ നോക്കിയില്ല, ഈ കരി പൊട്ടാതെ നോക്കിയില്ലെങ്കിൽ വേറെ ഒന്നും കൂടി ഉണ്ട്. നമുക്ക് വെള്ളം തേച്ചാൽ തേയില്ല. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മീനൊക്കെ വൃത്തികേടാവും. പക്ഷെ നല്ലോണം കഴുകിയെടുക്കേണ്ടി വരും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അതും മാറ്റി വെക്കുക. ഇനി ഒന്നും ഇല്ല ഒഴിവാക്കാൻ, അതുമായി കിട്ടും. ഇനി നമ്മൾ ഓരോന്നോരായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് അല്ല അത് മതി. ഇതിൻ്റെ തോലിയാണ് നമുക്ക് ഏറ്റവും സമയം കളയേണ്ടത്. അതിന് പ്രശ്നമില്ല. അത് അല്ല ഇത് അത് ചില കൂന്തലിനൊക്കെ അങ്ങനെ വരലുണ്ട്. ഇതാണ് നമ്മൾ മലപ്പുറം അല്ല നമ്മളെ നാട്ടിലെ മീൻമുറി. ചില നാട്ടിലിത് വേറെ ഐറ്റങ്ങളൊക്കെ ഇക്കാരം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഇത് മുറിച്ചൽ. ഇനി അത് ബാക്കിയുള്ളതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ലോണം വൃത്തിയാവും. ഇത് കൂടുതൽ നോക്കേണ്ടത് ഇതിൻ്റെ മഷിയാണ്. ഇതാണ് ഒരു കരി എന്ന് പറഞ്ഞാൽ മഷിയാണ്. അത് വേറെയുള്ള മീനുകളെ ഇതിൻ്റെ കരി അറിയാതെ പൊട്ടിപ്പോയി, അതിന് പേച്ചു സംഭവം. എങ്കിലും അത് വേറെ നമ്മൾ മാറ്റി വെക്കുക. ഇതാണ് ഇതിൻ്റെ കരി. ഇത് കരി നല്ല മഷിയാണെന്ന് പറയൽ. അത് ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വലിയ മീനുകളൊക്കെ അവരെ കസാപ്പ് ചെയ്യാൻ വരുമ്പോൾ ഓലടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ കരി ഉപയോഗിക്കൽ എന്നാണ് പറഞ്ഞു കേൾക്കൽ. എന്തായാലും സത്യം എന്താണെന്ന് അറിയില്ല, എനിക്ക് അല്ലാതെ അറിയില്ല. എന്നാലും നമ്മളുള്ള അറിവിൽ പറഞ്ഞു തന്നതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. അപ്പോൾ ചെറിയൊരു കേട്ടറിവിയിൽ ഞാൻ പറഞ്ഞു തരാണ്. അപ്പോൾ ഈ കരി പൊട്ടാതെ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് കെട്ടിക്കഴിഞ്ഞാൽ വെള്ളം കെകിയ പോലുതാ ഇതിന് കെകിയാൽ പോകയിട്ടില്ല. ഇത് വൃത്തിയാക്കി കഴിയാൻ ഭയങ്കര പ്രയാസീകരം. ഇനിയത് ഈ കൈ കൊണ്ട് ഇങ്ങനെ എല്ലാ മീനിൻ്റെ മേലെയും ഇത് ഇങ്ങനെ കരി ഏറ്റുകൊണ്ടേക്കാരം. എല്ലാ കഷ്ണത്തിൻ്റെ മേലെയും ആ കരി കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, ആ മഷി കൊണ്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതൊരു വൃത്തികേടായിക്കാരം. അത് നമ്മൾ പയച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് അങ്ങനെയല്ല. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ മഷിയുള്ള ഭാഗം വലിച്ചു ഊരുകയാണ്. അല്ലാഞ്ഞാൽ പിന്നെ അതുപോലെ ആവും. ഇതിൻ്റെ ഫുൾ ഭാഗം പോന്നിട്ടില്ല, അതിനുള്ളിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വെല്ലം അതൊന്നാണ്ട് നീക്കി കൊടുത്താലേ പരിപാടി നടക്കുള്ളൂ. ഇതിലുണ്ട്, ഇതാ കാണുന്നു, ഇതാ കാണുന്നു, സൈഡിലുണ്ടല്ലേ. ഇത് എല്ലാം അങ്ങനെ എടുത്ത് മാറ്റാഞ്ഞാൽ നമുക്ക് പണിയാക്കും. അത് ഉള്ളിലേക്ക് പോവാട്ടോ അതാൾ. ആ കരിയാണിത്. കരി ഇപ്പോൾ ഒന്നായിട്ട് ഇളകും. നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്തതിൻ്റെ ശേഷം നോക്കാം. ഫോട്ടോ സെറ്റ് കാണുന്നുണ്ട്, എക്സ്റേ ഒക്കെ എടുത്തുന്ന മാതിരി കാണുന്നുണ്ട്. ഉള്ളിൽ എവിടെ നോക്കുക, പിച്ച് നോക്കുക, എല്ലാം ഒന്ന് പിച്ച് നോക്കുക. ഇതിൽ നിന്നില്ല, രക്ഷപ്പെട്ടു. ഞാൻ വേറെ എന്തോ സാധനമായിരുന്നു ഇതിനുള്ളിൽ. ഇനി നമ്മൾ അതേപോലെ മുറിച്ചെടുക്കുക.
ഇനി നമ്മൾ ആദ്യം ചെയ്താൽ നമുക്ക് ചെയ്യണില്ല, കാരണം ആദ്യം ഇത് വലിച്ചു ഊരും കേട്ടോ. അല്ലഞ്ഞാലിപ്പോൾ ഒന്നായിട്ട് വെള്ളം ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, വൃത്തിയാക്കാൻ കഴിയൂല. അപ്പോൾ ഇതൊന്നും ചെയ്യാനില്ല കേട്ടോ. എങ്ങനെ നിങ്ങൾ വലുത് വാങ്ങിക്കൊണ്ടിട്ടോ, ചെറിയ ഇതൊന്നും വാങ്ങിക്കാണ്ട് ഇങ്ങനെ ചെയ്യണ്ട. കുറച്ച് അത്യാവശ്യം വലിപ്പം വലുത് എപ്പോഴും കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യാനുള്ളൂ. ഈ മേൽഭാഗമൊക്കെ ഉണ്ട് ഒഴിവാക്കി തൊലി, ഇത് ചുവപ്പ് നിറമുള്ള ഈ കാപ്പി, ചുവപ്പല്ല ഈ കാപ്പി നിറമുള്ള ഭാഗമൊക്കെ ഇങ്ങനെ കണ്ട് വരുതി കളഞ്ഞാൽ ഉള്ളൂ. ഒന്ന് 3 കഷ്ണങ്ങളാക്കുക. അവനാണ് ഇഷ്ടംപോലെയുള്ള കഷ്ണങ്ങളൊക്കെ ആക്കുക. ഞാൻ 3 പീസ് ആക്കേണ്ടത്. നമ്മൾ പോത്തിറച്ചി കട്ട് ചെയ്യുമ്പോൾ തന്നെ മീനിന് പോത്തിറച്ചി പോത്തെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം മീനിറച്ചി ഇങ്ങനെ കട്ട് ചെയ്യുക, അല്ലാതെ ഇതാകണം. അടിപൊളി സാധനങ്ങളാണത് കേട്ടോ. ഇല്ല കഴിഞ്ഞ ഒരു 4 എണ്ണം കൂടി ഉണ്ട് എന്ന് തന്നെ പറയാനുള്ളൂ. ഒരു 4 മീനും കൂടി ഉള്ളൂ. ഞാൻ അപ്പോൾ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ അവനവൻ്റെ സൗകര്യം പോലെ ചെയ്യട്ടെ. ഞാനിത് ഇവരെന്താ ചെയ്യേണ്ടത് നിങ്ങൾ വിചാരിച്ചണ്ട. ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും അതിന് കുറച്ച് പീസായും കിട്ടുകയും ചെയ്തു, വരട്ടാൻ സുഖമായും ചെയ്തു, വേവാനൊക്കെ വല്ല ഉസാറായിട്ട് ആയിക്കോളും. ഇതൊക്കെയാണെങ്കിൽ നമ്മളൊരു മീനിൻ്റെ ആ പുറത്തുള്ള സാധനമാണല്ലോ ഇത്. കണ്ട ഒറിജിനൽ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ ക്ലാസ്? ഇതൊക്കെയാണ് ഒന്നിൻ്റെ പുറത്തുനിന്ന് കിട്ടിയതാട്ടോ. ഇതുപോലെ ഇതുപോലെ ഊരി നോക്കിയതാണ്, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഊരി നോക്കിയതാ. ഇതിന് പീസും ഉള്ളൂ അല്ലേ? അല്ല, സാധനം കട്ട് ചെയ്ത് പോയതാട്ടോ. നമുക്ക് നോക്കാം. നമ്മൾ കളിച്ചുപൊളി ഒന്നുമില്ല, വേഗം കട്ട് ചെയ്താൽ നമുക്ക് അടിച്ച് പൊളി ഒന്നൊരു ബാറ്റിലും കൂടി ചോറുന്നുണ്ടല്ലോ പൊളിക്കും. ചിലത് കൊണ്ട് പറിച്ചിട്ട് പോരുന്നില്ല കേട്ടോ. അതിന് കത്തിയെടുത്ത് ബെൻഡ് തന്നെ വേണ്ടി വരും. ഇതാ വാ, സത്യത്തിൽ ചിലർക്ക് ഇതിൻ്റെ ഈ മണ്ടഭാഗത്തെ ഇതാ ആശയ മണ്ടഭാഗത്തെ ഇത് ചിലർക്ക് അറിയില്ല ഒഴിവാക്കണ്ടേന്ന്. കാരണം പോലെ തലകൊടുക്കണ ആ മസിയാണ് ഇതിൻ്റെ കളിയുന്നത്. ആ കൂട് അപ്പോൾ എല്ലാവരും മസി വേഗം കളിയും, മസിയിലുള്ളൂ വിചാരിച്ച്. ശരിക്കും അത് ആ മണ്ടഭാഗത്ത് നിന്ന് ശരിക്കും കളയണം. ഇത് കൂട്ടുന്ന അടിക്കേണ്ട റാസി നമുക്ക് റാസിയേ അല്ലോ ഇത് ഉള്ളു കട്ടാക്കാകയോ. അപ്പോൾ കൂന്തൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വേസ്റ്റ് വേറെ, ഇതിന് അതിൻ്റെ മണ്ടക്കത്തുള്ള കുരുകളൊക്കെ വേറെയും എല്ലാം മഷി വേറെ ആയിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം, നമ്മൾ കഴുകാൻ പോവുക. അപ്പോൾ നമ്മൾ കൂന്തൽ മീൻ നല്ല ഉഷാറായിട്ട് കഴുകി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായത് ഒരു ചെറിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഉള്ളി, കരിവേപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം, അതായത് വെളുത്തുള്ളി ഇഞ്ചിയും ബാറ്റൻറ്റീക്ക്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. നല്ലോണം ചതഞ്ഞോട്ടോ. ഇത് നമ്മൾ ഉരലാട്ടോ, ഉരൽ വലിക്കും. ഈ ചെറുത് കടകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇങ്ങനത്തെ ഉണ്ടായാൽ ഇതായിട്ടല്ല, എല്ലാം ചതച്ചെടുക്കുക പെട്ടെന്നായിട്ട്.
നമ്മളൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്, ഇത് കണ്ട് തട്ടുക. അപ്പോൾ ഇത് തട്ടിക്കഴിഞ്ഞു. നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളി ഇഞ്ചിയും അതിലേക്ക് ഇട്ടു. ഒരു എന്താ വെച്ചാൽ നമ്മൾ ചട്ടിയിലാണ്, മൺകലത്തിലാണ് ഉണ്ടാക്കേണ്ടത്. ചട്ടി എന്നൊക്കെ പറയും, മൺകലത്തിലാണ് ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് മീനായിക്കിടണം. മൺകലത്തേക്ക്, അതായത് നമ്മൾ ചട്ടിക്ക് നമ്മൾ കൂന്തൽ കേക്ക് വൃത്തിയാക്കി ഇത് ഇടുക കേട്ടോ. നല്ല റെഡിയായി വരട്ടിയെടുക്കണം. നമുക്ക് അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. മൺകലത്തിലാവുമ്പോഴേ, അതായത് ചട്ടിയിലാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ കുക്കറിൽ വെക്കലിനെക്കാട്ടി ടേസ്റ്റ് കാരണം ചട്ടിയിൽ വെക്കുമ്പോൾ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ഇടുക, വലിയ ഉള്ളി, 3 പച്ചമുളക് വലുതാട്ടോ, പിന്നെ കറിവേപ്പ്. ഇനി മീനിക്ക് ചേർക്കാനുള്ളത് ഉപ്പ്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. അപ്പോൾ നമ്മളൊരു സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇടുക. അതുപോലെ തന്നെ മുളകും പൊടി 1 ടീസ്പൂൺ വേണം. 1 ടീസ്പൂൺ മുളകും പൊടിയും ഇതിലേക്ക് ഇടുക. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണോ, മല്ലിപ്പൊടി നമുക്കൊരു 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. മല്ലിയാണല്ലോ എല്ലായിടത്തും കൂടുതൽ വേണ്ടത്. ഇനി നമ്മളൊന്ന് മിക്സാക്കാനാണ് പോകേണ്ടത്. നല്ലോണം എല്ലായിടത്തും പിടിച്ചോട്ടെ. ഉപ്പൊക്കെ ഒരു ഇട്ടത്തില്ലേ, നമ്മളൊരു വട്ടുമല വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുടുക്കൻ്റെ മൂട് പോവും. എന്താ കളർ തന്നെ മാറിയിട്ടോ. കൂന്തൽ അടുപ്പത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല തോന്നുന്നു. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് സാപ്പാട് റെഡിയായി എന്നാ പറയാം. പക്ഷെ എന്നാലും തിളപ്പിച്ചാൽ പറ്റുമല്ലോ, പച്ചന്നാൻ പറ്റുമല്ലോ. എല്ലാം റെഡിയാവും. എല്ലാം മേലെ എല്ലാം ഇഞ്ചിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. അതൊക്കെ മേലോട്ട് തന്നെ പോന്നോട്ടെ. നല്ലോന്നുണ്ട് ഇളകട്ടെ, അല്ലെങ്കിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് നമ്മൾ അടുപ്പൊന്ന് കത്തിച്ച് അതിൻ്റെ മേലുണ്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. മസാലകളൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കൈമത്ത് ഈ മഞ്ഞളൊക്കെ ഒന്നാണ്ട് പോകാൻ കുറച്ച് വെള്ളം തുള്ളി ഇറ്റിച്ചാൽ മതി. കൂന്തൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. അവൾ ഗ്യാസുമ്മലല്ല വെക്കുന്നുണ്ട്, നമ്മൾ അടുപ്പുമ്മലാണ്. അപ്പോൾ ചട്ടി, അതായത് കലം നമ്മൾ അടുപ്പത്ത് വെക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല സൂപ്പറായിട്ടുണ്ട് വേകട്ടെ. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് വന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ അറിയാമല്ലോ. അപ്പോൾ നമ്മളെ കൂന്തൽ വറ്റിയത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്കത് കാണാം. അതുകൊണ്ട് അപ്പോൾ നമ്മളല്ല അപ്പോൾ ചട്ടി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. കൂന്തൽ വരട്ടിയതാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. വെന്തു എന്ന് തന്നെ പറയാം. അതാണ് നല്ല ഉസാറായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്കൊന്ന് വറവിടണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി മൂടി വെച്ചിട്ട് നമ്മൾ കിച്ചണിക്ക് കാര്യമാണ്. നമ്മൾ പുറത്താണ് ഉണ്ടാക്കേണ്ടത്, കിച്ചൺ ഔത്താണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. വറവിടാനുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. സാധാരണത്തെ മാതിരി തന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഒരു 4 പോണ ചീരുള്ളി അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ചട്ടി അകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അടുപ്പ് കത്തിക്കുക. നമ്മളെ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അത് ചൂടായതിൻ്റെ ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിൽ
വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച കരിവേപ്പും ചീരുള്ളിയും അതിലേക്ക് ഇടാം. നമ്മളൊന്ന് ഇളക്കുക. നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് ഒന്ന് വറവായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിക്കാം നമ്മളെ കൂന്തൽ വരട്ടിക്ക്. നോക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുണ്ട്. സൂപ്പർ എന്നല്ല, രസം തന്നെ നല്ല നല്ല കളർ ഇതിലാണ് നമ്മൾ കൂന്തൽ വാറ്റിയിട്ടുള്ളത്. ഇതുപോലെയാണ്, തുള്ളി വെള്ളം ഇതിലില്ല. നല്ല വറവായി വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് ഇളക്കുക. നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മളത് വറവിടുന്നത്. ചുവപ്പ് നിറമായിട്ട് വരണം, ഇതുപോലെ വരണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ കൂന്തൽ വറ്റിക്ക് നമ്മളിതാണ്ട് ഒഴിക്കാം. ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി റെഡിയാക്കുക. നല്ലോണം ഒന്ന് എല്ലായിടത്തും ആയിക്കോട്ടെ. നല്ല സ്മെല്ലാണ് വരുന്നത്. ഇതിൻ്റെ നമ്മളെ തൂമിച്ചതും കൂടി കണ്ട് പാർന്നപ്പോഴേ പൊടുത്താൻ പൊട്ട സ്മെല്ലാണ് മക്കളെ, ഒന്നും പറയാനില്ല. ഇനി നമ്മൾ ചെറിയൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് കോരിയെടുക്കുക, ഇതൊന്ന് ടേസ്റ്റ് വെക്കുക. അപ്പോൾ ചെറിയൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കോരിയെടുക്കുക. മതി, കൂടുതലൊന്നും എടുക്കണില്ല, ഒരു ഇത്തിരി മതി. ഒന്ന് ചൂടാറിക്കോട്ടെ അല്ലേ, കാരണം തൊള്ളയൊക്കെ പൊള്ളുന്ന സംശയമുണ്ട്. കാരണം ഇപ്പോൾ തന്നെ കപ്പലാണ് പോകേണ്ടത്. അപ്പോൾ ചൂടാറിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പ്ലേറ്റൊന്നും അല്ല, ഓക്കെ ഓക്കെ. അപ്പോൾ പ്ലേറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് എടുത്തിട്ട് പോരാൻ തോന്നി, കൂടുതലും തിന്നണം തോന്നി. അപ്പോൾ അതിനുള്ള ഒരു ഇതിലെടുത്തതാണ്. ഒന്ന് ചൂടാറി ചെയ്തോളും. നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട്, നല്ല ഇതായിട്ട്, കൂടുതലൊന്നും മുടക്കില്ലാതെ നമ്മൾ പോത്ത് വാറ്റിയതുപോലെ മീനൊന്ന് വാറ്റി നോക്കിയതാണ്. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് വെക്കുക. അതിലേക്ക് വലിയൊരു സ്പൂണാട്ടോ, സ്പൂൺ വലുപ്പം കയറാഞ്ഞാൽ ഇത് പെട്ടെന്ന് തിന്ന് തീരുവേ. അതുകൊണ്ടാണ് വലിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് വെക്കുക. ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. കാരണം എന്നും ഞാൻ തന്നെ ടേസ്റ്റ് വെക്കുന്നുണ്ട്, വേറെ ആളെ കൊണ്ടുവരുന്നില്ലല്ലോ. അതുകൊണ്ട് ആരും അത് കരുതണ്ട. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. പോത്തിറച്ചിൻ്റെ അതേ ലെവലിൽ നമ്മൾ കൂന്തൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. Sometimes I'm selfish, get jealous. I feel a little helpless. My whole